പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയാൻ സർവശക്തനായ യേശുനാഥൻ നമ്മെ അനുവദിച്ചു. അതിനെ ഓർത്ത് കർത്താവ് യേശു ക്രിസ്തുവിന് നന്ദി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നലെ ഒരു ചാനൽ ഇന്നലത്തെ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ അറിയാത്ത അത്ഭുതം, നമുക്ക് അറിയേണ്ടതായ ഒത്തിരി അത്ഭുതങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ അറിയേണ്ട ഒരു അത്ഭുതമാണ് നമുക്ക് മരണമില്ലായ്മ ഉണ്ട് എന്ന പരമസത്യം. അതിനെപ്പറ്റി ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ് ഇട്ടിരുന്നു, നിങ്ങൾ കുറേ പേര് കേട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അതിൻ്റെ ഒരു തുടർച്ച എന്നവണ്ണം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എറണാകുളം അങ്കമാലി രൂപതയിലെ നമ്മുടെ പ്രശ്നങ്ങളും വിഷയങ്ങളും നമ്മൾ ധാരാളമായിട്ട് വാർത്തയിൽ കൂടെ കേൾക്കുന്നുണ്ട്. ഇന്ന് പ്രശ്നം പരിഹരിക്കും, നാളെ പ്രശ്നം പരിഹരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ധാരാളം ആളുകൾ അതിൽ വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ 4ാമത്തെ ദിവസം ജമാലയിലെ 4ാമത്തെ ദിവസം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം, സഭ ശക്തമാകണം, കുടുംബ ബന്ധങ്ങൾ തകരുന്നു, കുടുംബത്തിൽ മാതാപിതാക്കന്മാരും മക്കളും തമ്മിൽ ഒരു സ്നേഹമോ ബഹുമാനമോ ഇല്ല, വൈദികരും ജനങ്ങളും തമ്മിൽ ഒരു ബന്ധമില്ല, മെത്രാനും ജനങ്ങളും തമ്മിലൊരു ബന്ധമോ സ്നേഹമോ ധാരണയില്ല, വൈദികരും തമ്മിൽ മെത്രാന്മാരും തമ്മിൽ ഒരു ധാരണയോ സ്നേഹമോ ഐക്യമോ ഇല്ല. ഭിന്നിപ്പിൻ്റെ ആത്മാവ്, ദുരാത്മാവ് നമ്മുടെ സഭയിൽ കയറിക്കൂടി നമ്മുടെ കത്തോലിക്ക സഭയെ, ഇത്രമാത്രം മഹത്വം നിറഞ്ഞ സഭയുടെ പാരമ്പര്യത്തെ, സഭയുടെ ശക്തിയെ, വിശുദ്ധിയുടെ ശക്തിയെ തകർത്തുകൊണ്ട് ഇവിടെ ദുരാത്മാവ് കയറി സഭയ്ക്കകത്ത് നിരങ്ങുമ്പോൾ, ദുഷ്ടാത്മാവ് സഭയ്ക്കുള്ളിൽ പ്രവേശിച്ച് സഭയെ നശിപ്പിക്കുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം എന്താണെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഇത് യേശുവിൻ്റെ വരവ് അടുത്തെത്തി നിൽക്കുന്ന ഈ സമയത്താണ് ഈ സംഭവം മനസ്സിലാക്കണം. ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം എന്ന് പറയുന്നത്, ഇസ്രായേൽക്കാരുടെ കർത്താവ് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, കർത്താവേ, ഈ യേശുവിൻ്റെ വരവ്, നിന്റെ വരവ്, അതിൻ്റെ യുഗാന്ത്യത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ഞങ്ങൾ പറഞ്ഞു തരണമേ എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, അത് അത്തിമരത്തെ നോക്കി ഒരു ഉപമ പഠിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് ഉദാഹരണം പറയുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇട്ടുകൊണ്ട് അത് ആവർത്തിച്ച് പറയുന്നില്ല. അപ്പോൾ അത്തിമരം ഉദ്ദേശിക്കുന്നത് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെയാണ്. ഇസ്രായേൽ രാഷ്ട്രം എന്ന് പറയുന്നത് അവർക്ക് പ്രാർത്ഥിക്കണം, ദേവാലയം വേണം എന്നൊരു ചിന്ത അവരിലേക്ക് വന്നു കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാന കാരണം, അങ്ങനെ ചിന്ത വരാൻ തന്നെ ഉണ്ടായ കാരണം എന്ന് പറയുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ പൈശാചിക ശക്തികൾ ഇസ്രായേലിനെ തകർക്കുവാൻ തയ്യാറുള്ള, ശക്തിയുള്ള, കെൽപ്പുള്ള, ധനമുള്ള, അതിന് യുദ്ധസന്നദ്ധമായ രാഷ്ട്രങ്ങളും ഒരു വലിയ പർവ്വതം പോലെ ഇസ്രായേലിന് എതിരെ നിൽക്കുമ്പോൾ, ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ തകർത്തെ അടങ്ങുമെന്ന് വാശിയിൽ കുറേയേറെ വിഭാഗം മാറി നിൽക്കുമ്പോൾ അവർക്കും മനസ്സിലായി, നമുക്കെതിരെ ഒരു വൻ ശക്തി വന്നാൽ നമ്മൾ തകർന്നു പോകുകയില്ലേ, നമ്മൾ എന്തു ചെയ്യും എന്നൊരു ചിന്ത അവർക്ക് വന്നപ്പോഴാണ് സ്വാഭാവികമായിട്ടും അവരും പ്രാർത്ഥിക്കണം, ദൈവത്തോട് അടുക്കണം, പിതാവായ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരണം. അങ്ങനെ പിതാവായ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവാത്മാവ് ഞങ്ങളിൽ, ഞങ്ങളുടെ രാഷ്ട്രത്തിൽ, ഞങ്ങളുടെ ജനങ്ങളിൽ ഉറച്ചു നിൽക്കണം. അതായത് ജനങ്ങളും അങ്ങോട്ട് ഉറച്ചു നിൽക്കണം. അപ്പോൾ ദൈവമായിട്ടൊരു ബന്ധം വേണമെന്ന് അവർ തീരുമാനിച്ചു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്ന് ജെറുസലേമിൽ ഒരു ദേവാലയം പണിയാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നത്. അതിന് ചിട്ടവട്ടങ്ങളും പ്രവൃത്തികളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒരു പരിധി വരെ ഈ ഒരൊറ്റ ആശയം കൊണ്ട് തന്നെയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെ ജെറുസലേമിൽ ദേവാലയം പണി, പഴയ കാലത്തുണ്ടായിരുന്ന സോളമൻ രാജാവ് പണിത ജെറുസലേം ദേവാലയം വരുന്ന സ്ഥാനത്ത് തന്നെ അവർ ദേവാലയം പണിയാൻ ആഗ്രഹിക്കും. അവിടെ അലക്സ പള്ളി ഉണ്ട്, അങ്ങനെ പെട്ടെന്ന് പണിയാൻ പറ്റില്ലെന്ന് അവർക്ക് മനസ്സിലായി. അത് ലോകം തിരിച്ചറിഞ്ഞു. എന്നാൽ ഇനി അവർ ചിന്തിക്കുന്നത് അതിനടുത്ത പരിസരത്ത് എവിടെയെങ്കിലും ഒന്ന് വെക്കാൻ പറ്റുമോ, അങ്ങനെ വെച്ചുകൊണ്ടായാലും പിതാവായ ദൈവത്തെ ആരാധിക്കണം, അതിനൊരു ദേവാലയം വേണം, അവിടെ എല്ലാവരും ഒരുമിച്ച് കൂടണം, അവിടെ ബലി അർപ്പിക്കണം. ആ ബലി പരിപൂർണതയിലെത്തുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇസ്രായേൽ ജനത്തിലേക്ക് ആവഹിക്കപ്പെടുമെന്നും, അങ്ങനെ അജയ്യമായ ഒരു അനന്തശക്തി, ആർക്കും തോപിക്കാൻ പറ്റാത്ത ഒരു വൻ ശക്തിയായിട്ട്, ഒരു വൻ ജനവിഭാഗമായിട്ട്, ഒരു വൻ ആത്മീയ ശക്തിയായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കുന്ന ഒരു രാഷ്ട്രമായിട്ട് അവർക്ക് മാറണമെന്നുള്ള ചിന്ത അവർക്ക് വന്നു. ആ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരൊരു ദേവാലയം പണിയാനും ബലിയർപ്പിക്കാനും അവരാഗ്രഹിക്കുന്നു. അവരുടെ ജീവനും ജീവിതവും പട്ടാളവും സമ്പത്തും രാഷ്ട്രവും ജനങ്ങളും എല്ലാം ആഗ്രഹിക്കുന്നത് ഇനി ഒരു ജെറുസലേം ദേവാലയം പണിയണം. അവരുടെ പഴയ കാലത്തെ നിയമബലി, അവരുടെ ഹീബ്രു മൂലത്തിൽ, അവരുടെ ബൈബിൾ എന്ന് പറയുന്നില്ല, അവരുടെ ഹീബ്രു മൂല പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ചിട്ടവട്ടങ്ങൾ അനുസരിച്ചുള്ള ഒരു ബലി അവിടെ നടത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അവരത് ബലിയർപ്പിക്കുകയും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള
യഹൂദന്മാർ അത് ലക്ഷങ്ങളോ കോടികളോ വരും. ചിലപ്പോൾ ഒരു 4 ലക്ഷമോ 4 കോടിയോ 5 കോടിയോ ജനമൊക്കെ ഇസ്രായേലിലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്നാൽ അത്ര ആൾക്കാരുണ്ടാവും. അവരെല്ലാം കൂടി ഒത്തുകൂടുന്ന ആ വലിയ മഹത്വം നിറഞ്ഞ അവരുടെ പഴയകാല ബലികൾ ആരംഭിച്ചുകൊണ്ട് അവർ പിതാവായ ദൈവത്തെ ആരാധിക്കുന്ന ആ വലിയ മുഹൂർത്തം ലോകം കണ്ണുകൊണ്ട് കാണാൻ ക്യാമറ കണ്ണുകൾ അങ്ങോട്ട് നോക്കിയിരിക്കുകയാണ്. എപ്പോഴാണ് അവർ ജെറുസലേം ദേവാലയം പണിയുന്നത്, അവരുടെ ആരാധന എങ്ങനെയായിരിക്കും, അതിൻ്റെ മൃഗബലികളൊക്കെ എങ്ങനെയാണ്, സോളമൻ രാജാവ് ചെയ്യുന്നതാണ്. പഴയ നിയമ ഗ്രന്ഥത്തിൽ പിതാവായ ദൈവത്തിൻ്റെ ആത്മാവിനെ ആവഹിക്കാൻ, പിതാവായ ദൈവം വന്ന് ജെറുസലേമിൽ വസിക്കാൻ, അവരെ ശക്തിപ്പെടുത്താൻ ഏത് രീതിയിൽ പ്രാർത്ഥിക്കണമെന്നൊക്കെ ലോകം ഇന്നത്തെ ക്യാമറ കണ്ണുകളുമായിട്ട് നോക്കിയിരിക്കുകയാണ്. അതിനായിട്ട് ലോകം ഒരുങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഇനി പറയുന്നൊരു കാര്യമാണ് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. അവിടെ ഇല്ലാത്ത ജെറുസലേം ദേവാലയം പണിയുവാനും ദേവാലയം ഇല്ലാത്ത ദേവാലയത്തെ പുനഃസൃഷ്ടിക്കാനും അവിടെ നഷ്ടപ്പെട്ടു പോയ ബലിയെ ആരംഭിക്കുവാനും അങ്ങനെ വലിയൊരു മഹത്വമായിട്ട് ശക്തിയായിട്ട് അവർ മാറാൻ തുടങ്ങുമ്പോൾ ഇവിടെ നമ്മുടെ കേരള സഭയിൽ എന്താണ് സംഭവിക്കുന്നത്? കേരളത്തിൽ വലിയ ദേവാലയമുണ്ട്. കോടാനുകോടി രൂപ വിലയുള്ള വലിയ ദേവാലയം, ജെറുസലേം ദേവാലയത്തെക്കാൾ വലിയ ദേവാലയം എറണാകുളം അങ്കമാലി രൂപതയിൽ ബസിലിക്ക പള്ളികൾ ഇഷ്ടം പോലെ. പക്ഷേ അവിടെ ഏറ്റവും പരമപ്രധാനമായ ആ വലിയ ആഴ്ചയുടെ ശുശ്രൂഷകൾ നടക്കാൻ ദേവാലയത്തിൽ സാധിക്കാത്ത വിധം കേരള സഭയിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ കലുഷിതമായി നിൽക്കുന്ന ആ വിശുദ്ധമായ സംഭവങ്ങൾ നടക്കാത്ത ദേവാലയങ്ങൾ ചരിത്രത്തിൽ ആദ്യമായിട്ട്, ലോകത്തിൽ ആദ്യമായിട്ട് ഈ 2000 വർഷത്തെ പാരമ്പര്യത്തെ വെച്ച് നോക്കിയാൽ കേരള സഭയുടെ ഏറ്റവും വലിയ നാശത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും വേദനയുടെയും സംഭവമാണ് ഇപ്പോൾ ഈ വരുന്ന ആഴ്ചയിൽ പ്രിയപ്പെട്ടവരെ നാളെ മുതൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ജെറുസലേം ദേവാലയം ഇല്ലാത്തടത്ത് ജെറുസലേം ദേവാലയം വെക്കാനും ആരാധിക്കാനും അവർ വെമ്പൽ കൊള്ളുമ്പോൾ ആ ദേവാലയമുള്ള നമ്മുടെ ദേവാലയങ്ങളിൽ വിശുദ്ധ ബലിയും പരിപാടിയും നടക്കുന്നില്ല, പ്രാർത്ഥന നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ വിരോധാഭാസത്തെ ഈ ജനം എങ്ങനെ നോക്കിക്കാണും? സഭയുടെ മഹത്വം എന്ന് പറയുന്നത്, സഭയുടെ ജ്ഞാനം എന്ന് പറയുന്നത്, സഭയുടെ പ്രബോധനം എന്ന് പറയുന്നത് അത് പഠിപ്പിച്ച മെത്രാന്മാരും വൈദികരും കർദിനാൾമാരും അത് കേട്ട ജനവും തമ്മിൽ എന്ത് ധാരണയും ബോധ്യമാണ്, ഏത് പ്രബോധനമാണ് നമ്മുടെ മുമ്പിലുള്ളത്, നമ്മൾ ഏത് പ്രബോധനത്തെ വിശ്വസിക്കണം, നമ്മൾ ഏത് മെത്രാൻ സമിതിയിൽ ഏത് മെത്രാന്മാരെ ആശ്രയിക്കണം, ഏത് കൂതാശകളിൽ നമ്മൾ ആഴപ്പെടണം, ഏത് വചനമാണ് ഇവരുടെ കയ്യിലുള്ളത്, ഏത് പ്രബോധനമാണ് ഇവര് പ്രായതലത്തിക്കൊണ്ടിരുന്നത്, ഇവരെ വിശ്വസിക്കാൻ കൊള്ളുമോ, ഇവരെ വിശ്വസിക്കണമോ, ഇവരേത് രീതിയിലുള്ള വ്യക്തികളാണ്, ഇവരുടെ ഉള്ളിലുള്ള ആത്മാവ് ഏതാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് വരും. അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 11-ാം തിരുവചനത്തിലേക്ക് നമ്മൾ വരണം. ഇതെല്ലാം ദൈവം മുൻകൂട്ടി എഴുതി വെച്ച വചനത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ. അത് ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിലും എഴുതി വെച്ചിട്ടുണ്ട്. ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിലും വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. നമ്മൾ അറിയണത്, നമ്മൾ അറിയാതെ പോയിട്ട് കാര്യമില്ല. കാരണം ഇനി എന്താണ് ഈ ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് വളരെ വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ അത് വലിയ ദുരന്തങ്ങളിലേക്ക് തന്നെ സംഭവം. അത് ആദ്യം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം എന്താ പറഞ്ഞു വെച്ചാൽ നോക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 11 നിരന്തര ദഹനബലി നിർത്തലാക്കുന്നതും വിനാശകരമായ മ്ലേച്ഛത പ്രതിഷ്ഠിക്കപ്പെടുന്നതുമായ സമയം മുതൽ 1290 ദിവസം ഉണ്ടായിരിക്കും. അത് ദാനിയേൽ പ്രവചനം. ഇത് പക്ഷേ ഈ വചനത്തിൽ ഒരു വ്യത്യാസമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ പറയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു അതിശയോക്തി കൊണ്ട് കലർത്തിയാണ് ഈ വചനം പറയുന്നത്. അതിൻ്റെ കാരണം വെച്ചാൽ ഇത് 2030 ജൂൺ മാസം ആരംഭിക്കുന്ന ഒരു വചനമാണ്. അതായത് എതിർക്രിസ്തു അധികാരത്തിൽ വരികയും എതിർക്രിസ്തുവിൻ്റെ നിയമങ്ങളും ലോകത്തിൻ്റെ ഗതികളും മാറപ്പെടുമ്പോൾ ആ വലിയ പൈശാചികതകൾ അധികാരത്തിൽ വരുമ്പോൾ അങ്ങനെ സംഭവിക്കുന്ന ആ കാലഘട്ടങ്ങളിൽ ജെറുസലേമിൽ ഇപ്പോൾ പണിയുന്ന ജെറുസലേം ദേവാലയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദഹനബലി വീണ്ടും നിർത്തലാക്കപ്പെടുന്നതിനെ പറ്റിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഇവിടെ എടുത്തു പറയുമ്പോൾ ഇത് മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളിത് പറയുന്നത്. അതായത് നമ്മുടെ ബസിലിക്കകളിൽ എറണാകുളം ദൂരെ ബസിലിക്ക പള്ളികളിൽ നടന്നുകൊണ്ടിരുന്ന യഥാർത്ഥ ആ പാനീയബലി, ആ വിശുദ്ധ ബലി അല്ലെങ്കിൽ ആ നിരന്തര ദഹനബലി, യേശുവിൻ്റെ നാമത്തിലുള്ള ആ ബലി ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുന്ന സംഭവം നമ്മുടെ കേരള സഭയിൽ സംഭവിച്ചു കഴിഞ്ഞു. ഇന്ന് വാർത്ത കേട്ടപ്പോൾ അവിടെ വിശുദ്ധ പ്രവൃത്തികൾ അവിടെ ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ള രീതിയിലൊക്കെ അവിടുന്ന് വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ? ഇതാ യേശു ക്രിസ്തു പടിവാതിൽക്കൽ, ഇതാ വാതിൽക്കൽ എത്തിയിരിക്കുന്നു, ഞാൻ ഇതാ നിന്റെ മുമ്പിലുണ്ട്,
യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ അതിശക്തമായ പുനരാഗമനത്തിൻ്റെ ലക്ഷണമാണ് നിരന്തര ദഹനബലിയായ നമ്മുടെ പരിശുദ്ധ കുർബാന ദേവാലയങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നത്. അതും മറ്റൊന്ന് മനസ്സിലാക്കണം, ദേവാലയം ഇല്ലാഞ്ഞിട്ടല്ല. അത് ദേവാലയം ഹൈന്ദവ രാഷ്ട്രമായ ഹിന്ദു രാഷ്ട്രമായ ഇന്ത്യയിലെ ഏതെങ്കിലും JCB വന്ന് ദേവാലയം ഉഴുതുമറിച്ചതുകൊണ്ടല്ല, അങ്ങനെ ദേവാലയം നശിപ്പിക്കപ്പെട്ടതുകൊണ്ടല്ല, ക്രിസ്ത്യാനികൾ ആരും കയറി നശിപ്പിച്ചതുകൊണ്ടല്ല, ഒരു മുസ്ലിമോ ഹിന്ദുവോ ക്രൈസ്തവ മതത്തിൽ കയറി നമ്മുടെ കത്തോലിക്ക ദേവാലയത്തിൽ കയറി നശിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇത് അധികാര സ്ഥാനത്തിരിക്കുന്നവർ യേശുവിനെ വീണ്ടും ക്രൂശിക്കുന്ന ഒരു ക്രൂശീകരണ പ്രക്രിയ നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം. 2000 വർഷം മുമ്പ് ജെറുസലേമിൽ യഹൂദന്മാർ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചു എന്ന് നമുക്കറിയാം. എന്നാൽ അതേ ക്രൂശീകരണമല്ല, അതിനേക്കാൾ ക്രൂരമായ ക്രൂശീകരണമാണ് ഇപ്പോൾ സഭയിൽ നടക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. ആ ക്രൂശീകരണത്തിന്റെ ഫലമായി വീണ്ടും യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചുകൊണ്ട് ജനത്തെ ഒറ്റുകൊടുത്തുകൊണ്ട് ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തെ നശിപ്പിച്ചുകൊണ്ട് ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ വേദന ഒരുപാട് വർദ്ധിപ്പിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളുടെ ഹൃദയത്തിലെ ഹൃദയവേദന ഹൃദയവ്യഥ നമ്മുടെ സഭ നശിക്കുന്നത് കാണുമ്പോൾ, ദേവാലയങ്ങൾ ശൂന്യമാകുന്നത് കാണുമ്പോൾ വേദനിക്കുന്ന ക്രിസ്ത്യാനികൾ ഇവിടെ ഉണ്ടെന്നുള്ളൊരു തെളിവാണ് അവിടെ വരുന്ന ജനക്കൂട്ടം. രണ്ട് വിഭാഗത്തിലും വരുന്ന ജനക്കൂട്ടം, വേണമെന്ന് പറയുന്നവരും വേണ്ട എന്ന് പറയുന്നവരും നിഷേധിക്കുന്നവരും അനിഷേധ്യമാണെന്ന് പറയുന്നവരും എല്ലാം അവിടെ വരുമ്പോൾ രണ്ടു കൂട്ടരും അവിടെ ഒത്തുകൂടുമ്പോൾ അവിടെ കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ ബഹുമാനം, യേശുവിനെ ഓർത്തിട്ടെങ്കിൽ ഈ പരിപാടികൾ എന്നേക്കുമായി നിർത്തി അവിടെ വലിയ ആരാധന നടക്കുന്ന സമയമാണ്. വലിയ ദൈവ ആരാധന ഓരോ ദേവാലയങ്ങളിലും മണിക്കൂറുകൾ യേശു ക്രിസ്തുവിനെ കുമ്പിട്ട് സാഷ്ടാംഗം വീണ് പ്രണമിച്ച് കർത്താവിൻ്റെ മുമ്പിൽ നിരാഹാരം കിടന്ന് ഉപവാസമനുഷ്ഠിച്ച് നിനവേക്കാര് രാജാക്കന്മാരും അവിടുത്തെ കന്നുകാലികളും നിനവേ രാജ്യത്തിലെ യോന പ്രവാചകന്റെ പ്രസംഗം കേട്ട് ഉപവസിച്ചതുപോലെ സാഷ്ടാംഗം വീണ് കിടന്നതുപോലെ അവിടുത്തെ മൃഗങ്ങൾ ഭക്ഷണം കഴിക്കാതെ ഇരുന്നതുപോലെ കത്തോലിക്ക സഭയിൽ നമ്മളും പ്രാർത്ഥിക്കേണ്ട സമയമായിട്ടും ഇവിടെ ഒരു പ്രാർത്ഥന നടക്കുന്നില്ല. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? അതുകൊണ്ടാണ് പറയുന്നത് നിരന്തര ദഹനബലി അവിടെ നിർത്തലാക്കപ്പെട്ടിരിക്കുന്നു. ഇനി മറ്റൊന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അത് പ്രിയപ്പെട്ട ജോയൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 9-ാം തിരുവചനം അവിടെ ഇങ്ങനെ പറയുന്നത്, ധാന്യബലിയും പാനീയബലിയും കർത്താവിൻ്റെ ഭവനത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. അവർ തങ്ങളുടെ മക്കളോടും അവരുടെ മക്കൾ അടുത്ത തലമുറയോടും പറയട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുന്ന ജോയൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 9-ാം തിരുവചനം പറയാണ്, ധാന്യബലിയും അവിടെ എന്താണ്? തൻ്റെ യവനത്തിലെ ഭർത്താവിനെ ചൊല്ലി ചാക്കൊടുത്ത് വിലപിക്കുന്ന കന്യകയെ പോലെ പ്രലപിക്കുവിൻ. അതായത് കന്യകയുടെ വിവാഹം കഴിഞ്ഞ് ഉടൻ തന്നെ ഭർത്താവിന് നഷ്ടപ്പെട്ടവരുടെ വേദന പോലെ അവൾ മാറത്തടിച്ച് നിലവിക്കുന്ന പ്രലപിക്കുവാൻ കർത്താവ് പറയാണ്. ഇവിടുത്തെ ക്രിസ്ത്യാനികളെ നിങ്ങൾ പ്രലപിക്കുവിൻ, നിങ്ങൾ വേദനിച്ച് കരയുവിൻ, മുട്ടിൽ നിന്ന് കർത്താവിന് മുമ്പിൽ നെടുവേർപ്പെടുവിൻ. ഇതാ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ലക്ഷണങ്ങൾ ഒന്നൊന്നായി പൂർത്തിയായി വരുമ്പോൾ, ഇതിവിടെ സംഭവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം, യേശുവിൻ്റെ വരവ് വാതിൽക്കലാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് ധാന്യബലിയും പാനീയബലിയും കർത്താവിൻ്റെ ഭവനത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു, അഥവാ ഇല്ലാതായിരിക്കണം. അപ്പോൾ ആ വചനം നിവർത്തിയിരിക്കുകയാണ്, വചനം സംഭവിക്കുകയാണ്. എന്താണ് എൻ്റെ ലക്ഷണം? ഇതിൻ്റെ അടയാളം എന്താണ്? എന്തിനു വേണ്ടിയാണ്? ഇതാ സർവശക്തനായ യേശു ക്രിസ്തു വീണ്ടും ഭൂമിയിലേക്ക് വരുമ്പോൾ ഇവിടെ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് ചോദിക്കുന്നത്. മനുഷ്യപുത്രൻ വീണ്ടും ഭൂമിയിലേക്ക് വരുമ്പോൾ ഇവിടെ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ചോദിച്ചപ്പോൾ എന്താണ് അർത്ഥം? വിശ്വാസമുള്ള കുറേ ആൾക്കാരുണ്ടോ, പക്ഷേ വിശുദ്ധിയുള്ളവർ ആരും ഭൂമിയിലുണ്ടായിരിക്കില്ല. പ്രിയപ്പെട്ടവരെ, വിശ്വാസം, വിശുദ്ധി, രൂപാന്തരീകരണം, ഫലം, തേങ്ങ കൊപ്ര എണ്ണ എന്ന് പറഞ്ഞ പോലെ ഘട്ടമായിട്ട് ഓരോ രീതിയിൽ വിശുദ്ധിയിലേക്കും വിശ്വാസത്തിലേക്കും വളർന്ന് അവൻ ഫലം ചൂടി നീക്കേണ്ട സഭയും ജനങ്ങളും ഇപ്പോൾ എവിടെയാണുള്ളത്? അതുകൊണ്ട് കർത്താവ് പറയാണ്, എത്ര വേദനയാണ് പറയുന്നത്, ധാന്യബലിയും പാനീയബലിയും. എന്താണ് ധാന്യം എന്ന ഓസ്തി ഉണ്ടാകുന്ന വസ്തു, ഓസ്തിയും വീഞ്ഞും ഉപയോഗിച്ചുള്ള ആ കുർബാന, അതാണ് അതിൻ്റെ ശരിയായ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കുർബാന. ആ വിശുദ്ധ ബലി അഥവാ കുർബാന എന്നേക്കുമായിട്ട് നിന്നു പോകുന്ന അവസ്ഥ ഇനി അത് പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു വലിയ ആഴ്ച ഈ പ്രാവശ്യം നടന്നില്ലെങ്കിൽ ഇനി അടുത്ത വർഷം ഇവിടെ ഒരു വലിയ ആഴ്ചയുടെ ആഘോഷവും കാര്യവും ഈ കേരളത്തിൽ ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കണം പ്രിയപ്പെട്ടവരെ. അഥവാ അടുത്ത ഒരു വർഷം കൂടെ അഥവാ ഒരു വലിയ ആഴ്ച കൊണ്ട് കേരളത്തിൽ എല്ലാ ഭാഗങ്ങളും സംഭവിച്ചാൽ 2027 ലോകം ആഗോള യുദ്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏത് ദുരാത്മാവാണോ നിന്റെ ഹൃദയത്തിലുള്ളത് ആ ദുരാത്മാവായി നിന്നെ നിത്യപാതാളത്തിലേക്ക് താഴ്ന്നിറങ്ങിപ്പോവും. പിന്നെ നിന്നെ രക്ഷിക്കുവാൻ ഈ ഭൂമിയിൽ ഒരു ദൈവവും ഭൂമിയിൽ ഉണ്ടാവുകയില്ല. നമ്മൾ തിരിച്ചറിയണേ പറ്റൂ. ഇല്ലെങ്കിൽ
തിരിച്ചറിയിക്കാനുള്ള സംവിധാനമായി സർവശക്തനായ ദൈവം ഉടൻ ഭൂമിയിലേക്ക് വരും. അത് ഭയാനകമാണ്, മാനുഷിക ബുദ്ധിക്ക് അപ്രാപ്യമാണ്. കർത്താവിൻ്റെ വരവിലുള്ള കൊടുങ്കാറ്റിനെയോ കർത്താവിൻ്റെ വരവിന് മുമ്പുള്ള അഗ്നിപ്രളയത്തെയോ കർത്താവിന് മുമ്പുള്ള ആഗോള യുദ്ധത്തെയോ മാനുഷിക ബുദ്ധി സങ്കല്പിച്ചാൽ കിട്ടില്ല. അതുകൊണ്ടാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്കറിയാം, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ദാനിയേലിന്റെ ദർശനം ഉണ്ടായപ്പോൾ ദാനിയേൽ നിലത്ത് വീണ് മരിച്ചവനെ പോലെ വീണ് കിടന്ന് ബോധം കെട്ട് 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് അദ്ദേഹം ആ ദർശനത്തിന്റെ വ്യാഖ്യാനത്തെ മനസ്സിലാക്കിയത്. കാരണം 3000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച 3500 വർഷം മുമ്പ് എഴുതി വെച്ച സംഭവം ഇന്ന് ഇവിടെ ഭൂമിയിൽ സംഭവിക്കുകയാണ്. വലിയ ആഗോള യുദ്ധം. ആ യുദ്ധത്തിന്റെ ഭീകരത ഓർത്ത് ദാനിയേൽ പ്രവാചകൻ നിലത്ത് വീണുപോയി എന്ന് കർത്താവ് പറയുന്നുണ്ട്. ജ്ഞാനികളിൽ ചിലർ വീഴും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 35-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ജ്ഞാനികളിൽ ചിലർ വീഴും. ജനത്തെ അവസാന ദിവസത്തേക്ക് ശുദ്ധീകരിക്കാനും നിർമ്മലരാക്കി വെണ്മയുറ്റവരാക്കാനും വേണ്ടിയായിരിക്കും അത്. അന്തിമ ദിനം വരാനിരിക്കുന്നുള്ളൂ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 35-ാം തിരുവചനത്തിൽ കർത്താവ് പറയാണ്, ജ്ഞാനികളായവർ ചിലർ വീഴും. ജനത്തെ അവസാന ദിവസത്തേക്ക് ശുദ്ധീകരിക്കാനും നിർമ്മലരാക്കി വെണ്മയുറ്റവരാക്കാനും വേണ്ടിയായിരിക്കും അത്. അന്തിമ ദിനം വരാനിരിക്കുന്നുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ഈ നിരന്തര ദഹനബലിയും നിർത്തലാക്കപ്പെടുന്ന കാലം മുതൽ, അതുപോലെ തന്നെ ജോയൽ പ്രവചനത്തിൽ 1-ാം അധ്യായം 9-ാം തീയതിമുള്ള ധാന്യബലിയും പാനീയബലിയും നിർത്തലാക്കുന്ന ഈ കാലഘട്ടം മുതൽ നമ്മൾ കണക്ക് കൂട്ടിയാൽ ഈ 3.5 വർഷം എന്ന് പറയുന്നത് 2020 ശേഷം 27 മുതൽ ആഗോളത്തിൽ തുടങ്ങിയ ശേഷമുള്ളതല്ല, മറിച്ച് ഈ ഒരു വചനോട് കൂട്ടി ഇപ്പോൾ അതിന് മുമ്പാണ് പറയുന്നത്. ഇപ്പോൾ ഈ കാലഘട്ടം മുതൽ, അതായത് യേശുവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട ആഗോള യുദ്ധത്തിൻ്റെ 7 വർഷത്തേതല്ല, ഇപ്പോഴത്തെ സംഭവമാണ് പറയുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഇപ്പോഴത്തെ സംഭവങ്ങൾ കണക്ക് കൂട്ടിയാൽ യേശു ക്രിസ്തുവിൻ്റെ വരവ് എത്രയും പെട്ടെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരവസരമായിട്ട് നമ്മളിതിനെ കാണണം. 2007 ആഗോള യുദ്ധം തുടങ്ങിക്കഴിഞ്ഞ ശേഷം 3.5 വർഷത്തെ ഭീകരയുദ്ധവും ഇസ്രായേലിൻ്റെ ആരാധനയും വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇതാ യേശുവിൻ്റെ വരവായി ലോകം അന്തിമ കാലഘട്ടത്തിലേക്ക് എത്തി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അതിന് മുമ്പായിട്ട് തന്നെ ഇത് സംഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് ഉടൻ യേശുവിൻ്റെ ഒരു വരവ് ആഗതമായി. അതെത്തി, എൻ്റെ കാലമെത്തി, ഇങ്ങെത്തിയിട്ടുണ്ട്. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക്, യുഗം അതിൻ്റെ അവസാനത്തിലേക്ക് എത്തി. ഈ യുഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ നമ്മളുള്ളതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, ഒരു വലിയ തിരിച്ചറിവിന് നമ്മൾ വിധേയമായിക്കൊണ്ട് എത്രയും പെട്ടെന്ന് പ്രിയ സഹോദരങ്ങളെ നിങ്ങളെ ഒരുക്കുവാൻ, ക്രിസ്തുവിൻ്റെ വരവിനായി ഒരുക്കാൻ ഒരു സഭയ്ക്കും ഇനി സമയമില്ല. ഒരു സഭയും അത് ചെയ്യുമെന്ന് വിചാരിക്കണ്ട. ഉറപ്പായിട്ട് ഞാൻ പറയുകയാണ്, എന്താണ് ശരിയായ ക്രിസ്തുവിൻ്റെ വരവിനുള്ള ഒരുക്കം? അതാണ് വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കി, വെളിപാട് ഗ്രന്ഥത്തിൽ നിഗൂഢമാക്കി എഴുതി വെച്ച എല്ലാ വചനവും നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ചാണ് ഒരുങ്ങേണ്ടത്. സുവിശേഷത്തിൽ കർത്താവിൽ വിശ്വസിക്കാനാണ് പറയുന്നത്. യേശു ക്രിസ്തു വിശ്വസിക്കുക, നീ നിന്റെ കുടുംബം രക്ഷഭാവിക്കും. കർത്താവിലായിരിക്കുക, യേശുവിനെ അറിയുക, പിതാവിനെ അറിയുക, നിത്യജീവനെ അപമർശിക്കുക. എന്നെ വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട്, എന്നെ എൻ്റെ പിതാവിനെ അറിയുക, എന്നാണ് നിത്യജീവൻ. എൻ്റെ ശരീരം ഭക്ഷിക്കും, രക്തം പാനം ചെയ്ത് നിത്യജീവനുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിത്യജീവനെ കുറിച്ച് പഠിപ്പിക്കുകയും ജനത്തെ ഉത്ബോധിപ്പിക്കുകയും ചെയ്തെങ്കിൽ കർത്താവ് പിന്നെ വെളിപാട് ഗ്രന്ഥത്തിൽ സംസാരിക്കുമ്പോൾ ആ നിത്യജീവൻ നമുക്ക് ലഭിക്കണമെങ്കിൽ, ആ നിത്യജീവനിൽ എത്തിപ്പെടണമെങ്കിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ കൂടി ചെയ്യണം, ഇതുകൂടി ചെയ്യണം, എന്നാലേ പറ്റുള്ളൂ പറഞ്ഞുകൊണ്ട് ഈ യുഗാന്ത്യത്തെ കർത്താവ് കാണിച്ചു തരുമ്പോൾ അതനുസരിച്ച് ഒരുങ്ങാൻ ബാധ്യസ്ഥമാണ് നമ്മൾ. പക്ഷേ വെളിപാട് ഗ്രന്ഥം 22-ാം അധ്യായം 14-ാം തിരുവചനം വെച്ച് നിങ്ങളെ ആരൊരുക്കും? ഈ സഭയെ ഒരുക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരു സഭയും, കേരളത്തിലെ മലങ്കര റീത്തോ, ഓർത്തഡോക്സോ, RCയോ, CMIയോ ഏത് സഭയോ ഉണ്ടായാലും, ഇനി പന്തകുസ്ത വിഭാഗമാണെങ്കിൽ പോലും ഒരു സഭാവിഭാഗവും യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഒരുക്കത്തിൻ്റെ ധ്യാന ക്ലാസ്സുകളോ ഒരുക്കത്തിൻ്റെ വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള ആ വിശുദ്ധീകരണ പ്രക്രിയയോ നിങ്ങൾക്ക് കിട്ടുകയില്ല. അത് ഇന്ന് വരെ ആരും കിട്ടിയിട്ടില്ല, തന്നിട്ടുമില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ ആരൊരുക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഒരുങ്ങിയാൽ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഏത് ആത്മാവാണോ നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് ആ ആത്മാവിനെയും കൊണ്ട് നിങ്ങൾ പോയിക്കൊള്ളുക. അത് ഏത് ആത്മാവാണ് നമ്മൾ കണ്ടെത്തിക്കൊള്ളുക. അത് എനിക്ക് പറയാനുള്ളൂ. പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞു, മരണമില്ലാത്തൊരവസ്ഥയിലേക്ക് കടന്നു പോകാൻ ദൈവം പറഞ്ഞു വെച്ചിരിക്കുന്ന വചനങ്ങൾ, കാര്യങ്ങൾ ഭൂമിയിലുണ്ട്, വിശുദ്ധഗ്രന്ഥത്തിലുണ്ട്. ആ സ്റ്റെപ്പിലേക്ക് നമ്മൾ കയറുന്നില്ല. നമ്മളെല്ലാവരും വിചാരം എനിക്ക് 50, 68, 70, 85 വയസ്സായി, ഇന്നലെ നാളെ മരിക്കുമെന്ന് ചിന്തിക്കുക. പക്ഷേ 2025 മുതൽ 2034 കാലമായിട്ടുള്ള ഈ 8 വർഷ കാലഘട്ടം നമ്മൾ വിശുദ്ധിയോടെ, ശ്രദ്ധയോടെ, തിരുവചനത്തെ അടിസ്ഥാനപ്പെടുത്തി വളരെ വിശുദ്ധിയോടെ, സൂക്ഷ്മമായി നമ്മൾ പ്രാർത്ഥനാപൂർവമായിരുന്നാൽ നമ്മളെ മരിക്കാതെ സംരക്ഷിക്കുന്ന ഒരു സർവശക്തനായ ദൈവം, ആ യേശു ക്രിസ്തുവാണ് നമ്മുടെ യഥാർത്ഥ ദൈവം.
അതുകൊണ്ടാണ് കർത്താവ് വെളിപ്പാട് 3:10 വന്നിരിക്കുന്നത്, സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിലുണ്ടായിരിക്കുന്ന പരീക്ഷണ സമയത്ത് നിന്നെ സംരക്ഷിക്കും. നീ മരിച്ചു പോകുന്നല്ല കർത്താവ് പറഞ്ഞേ, നിന്നെ സംരക്ഷിക്കുന്ന പറഞ്ഞേ. എന്തുകൊണ്ടാണ്? നീ ജീവിച്ചതിനെ പറ്റി നിന്നെ മരണം കാണാതെ നിന്നെ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി ആ മഹത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എടുത്തു വയ്ക്കാൻ ശക്തിയും കഴിവുള്ള ഒരു പരമ പരിശുദ്ധനായ യേശു ക്രിസ്തു എന്ന ഏക സത്യ ദൈവമാണ് ക്രിസ്തു എന്ന് അറിയാവുന്നത് കൊണ്ടും അതങ്ങനെ ആയതുകൊണ്ടുമാണ് കർത്താവ് പറയാൻ നിന്നെ ഞാൻ സംരക്ഷിക്കുന്നത്. അപ്പം നിന്നെ സംരക്ഷിക്കണമെങ്കിൽ നീ എങ്ങനെ ആയിരിക്കണമെന്ന് കൂടി അതിന് മുമ്പ് പറയുന്നുണ്ട്. ആ രീതിയിൽ നമ്മൾ ഒരുങ്ങിയേ പറ്റൂ പ്രിയ സഹോദരങ്ങളെ. ഇവിടെ ഈ കാലം ഭൂമിയിൽ ഇത്രയും കാലം ജീവിച്ചിട്ട് നമ്മൾ ഈ ലോകത്തൊന്നും ഒന്നും നേടിയില്ല. നമ്മളുണ്ടാക്കിയ സമ്പത്തും വീടും പറമ്പും എല്ലാം ഇട്ടേച്ച് നമ്മൾ ഇവിടുന്ന് പോകേണ്ടി വരും. അപ്പം അങ്ങനെ പോകേണ്ട സാഹചര്യത്തിൽ വരുമ്പം അവിടുത്തെ സ്വർഗത്തിൻ്റെ വാതിക്കൽ എത്താനും പറ്റിയില്ല, ഭൂമിയിലെ തല ഉപേക്ഷിക്കപ്പെടേണ്ടി വന്നു. അവിടെയുമില്ല ഇവിടെയുമില്ല എന്നതുപോലെ ആയി പോലെ പ്രിയ സഹോദരങ്ങളെ. അതിനാൽ നിങ്ങൾ എവിടെ നിന്നാണോ, ഞാൻ പറയാം എൻ്റെ ധ്യാനം ഒന്ന് ഓടി ഒന്ന് കൂടി രക്ഷപ്പെടുന്നൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മുടെ ധ്യാനം ആരും അങ്ങനെ അങ്ങോട്ട് വരാനൊന്നും പെട്ടെന്ന് ആഗ്രഹിക്കുന്നില്ല. പലരും വിളിച്ചു ചോദിക്കുകയാണ്, നിങ്ങളുടെ സഭയുടെ ആണോ, പന്തകോസ്തി ആണോ, സഭ വിട്ടു പോയതാണോ, ഒക്കെ ഒരുപാട് സംശയങ്ങളാണ് മനുഷ്യർ. അതുകൊണ്ട് അതൊന്നും വെളിവാക്കാൻ ഞാൻ ഉദ്ദേശിക്കില്ല. താല്പര്യമുള്ളവർ ക്ലാസ്സുകളൊക്കെ കേട്ട് ഒരുങ്ങാനും വരാനും താല്പര്യമുള്ളവർ വരിക, ഒരുങ്ങുക എന്നുള്ളതല്ലാണ്ട് എനിക്കൊന്നും പറയാനില്ല പ്രിയ സഹോദരനെ. അതിനാൽ പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് അതിൻ്റെ ലക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്നാമത് നിരന്തര ദഹനബലി നിർത്തലാക്കുന്ന ദിവസം മുതൽ. അപ്പോൾ ഇപ്പോൾ എറണാകുളം അംഗാരൂപതയിൽ ദഹനബലി നിർത്താക്കപ്പെട്ട് കഴിഞ്ഞു. ആ ദിവസം മുതൽ എണ്ണിക്കോ, കൈകളിലും കൈവിരലിലും കലണ്ടറിലും എണ്ണിക്കോ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വരവായി. മറ്റൊന്ന് ജോയൽ ദിവസത്തിൽ നിരന്തര ദഹനബലിയും ദേവാലയത്തിൽ അപ്രത്യക്ഷമായിരിക്കുന്നു, നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് മുതൽ എണ്ണിക്കോ. 2025 ഏപ്രിൽ മാസം വലിയ ആഴ്ച, ഏപ്രിൽ മാസത്തെ വലിയ ആഴ്ച ആ ദിവസം മുതൽ എണ്ണിക്കോ. കർത്താവിൻ്റെ വരവ് അടുത്തെത്തി മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. എൻ്റെ ലക്ഷണങ്ങൾ ഓൾറെഡി കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അല്ലാണ്ട് ഒരു സാങ്കല്പിക തലത്തിലല്ല പറയുക. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനായിട്ട് നമുക്ക് ഒരുങ്ങാം. അതിനായി നമ്മെല്ലാവരും സമർത്ഥമായി സർവ്വസ്നാദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.